തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുന്ന രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം താളൂർ നീലഗിരി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് നീലഗിരിയിൽ നിന്നും. സുർജിത്ത്, എപ്പോഴാണ് രാഹുൽ ഗാന്ധി എത്തുക? രാഹുൽ ഗാന്ധിയുടെ പരിപാടി എങ്ങനെയാണ്? ഈ ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം ഇവിടുന്ന് തന്നെ റോഡ് ഷോ ആരംഭിക്കുമോ? എങ്ങനെയാണ്? രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. താളൂർ ഗ്രൗണ്ടിലാണ് അദ്ദേഹം ഇറങ്ങുന്നത്. നീലഗിരി കോളേജ് ഗ്രൗണ്ടിലാണ് അദ്ദേഹം ഇറങ്ങുന്നത്. ഇവിടെ തമിഴ്നാട്ടിലും വാശിയേറിയ പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഊഷ്മളമായ സ്വീകരണം രാഹുൽ ഗാന്ധിക്ക് നൽകാൻ വേണ്ടി തമിഴ്നാട്ടിലെയും ഒപ്പം തന്നെ കേരളത്തിലെയും നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ടി സിദ്ദിഖ് MLA, അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ആ ഹെലിപാഡിലാണ് എത്തിയിട്ടുള്ളത്. ഈ ബത്തേരിയിലെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് IC ബാലകൃഷ്ണൻ MLA സംസാരിക്കും. എന്തൊക്കെ ഒരുക്കങ്ങളായിരുന്നു? ഒരുക്കങ്ങൾ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ? ബത്തേരി പ്രൗഢഗംഭീരമായ റോഡ് ഷോയാണ്. നമ്മൾ അസംഷൻ ജംഗ്ഷൻ റോഡ് ഷോ ആരംഭിക്കും. കോട്ടക്കുന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ അവിടെ സമാപിക്കും. അവിടെ വെച്ച് രാഹുൽ ഗാന്ധി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം ബത്തേരിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. എങ്ങനെ ഒരു റോഡ് ഷോ പ്രോട്ടോകോൾ അനുസരിച്ച് നടത്തണം എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു കഴിഞ്ഞു. രണ്ടാമത് ബത്തേരി നിയോജക മണ്ഡലത്തിന് പുൽപ്പള്ളിയിലെ കർഷകരുടെ റാലിയാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയാണ്, കുടിയേറ്റ മേഖലയാണ്. ആ റാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ നേരം റാലി ഉണ്ടാവും. എല്ലാ നേതാക്കളും, ദേശീയ സംസ്ഥാന നേതാക്കൾ എല്ലാവരും ബത്തേരി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ലാൻഡിങ് കഴിഞ്ഞ് പിന്നെ ഇവിടെ വിദ്യാർത്ഥികളുമായി ഒരു ഇന്ററാക്ഷൻ നടത്തി, അത് കർഷകരായിട്ട് ഒരു ഇന്ററാക്ഷൻ നടത്തി നേരെ ബത്തേരിക്ക് പോവുകയാണ് ചെയ്യുക. എല്ലാ മേഖലകളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. എന്തായാലും ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് IC ബാലകൃഷ്ണൻ MLA പറയുന്നത്. ഇവരുൾപ്പെടെയുള്ള നേതാക്കൾ ടി സിദ്ദിഖ് MLA ഇവിടെ എത്തിയിട്ടുണ്ട്. ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം ഇറങ്ങിയ ശേഷം നേരെ എത്തുക നീലഗിരി കോളേജിന്റെ ഗ്രൗണ്ടിലാണ് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നത്. ഇതിനുശേഷം നേരെ പോകുന്നത് ഇവിടെ വിദ്യാർത്ഥികളുമായി അല്പസമയം സംസാരിക്കും, സംവദിക്കും, അവരോട് വോട്ടുകൾ തേടും. അതിനുശേഷം അദ്ദേഹം നേരെ ഈ തേയില തൊഴിലാളികളുമായി സംസാരിക്കും. ഇവിടെയും വാശിയേറിയ മത്സരം തന്നെയാണുള്ളത്. സിറ്റിംഗ് MLA ആയിട്ടുള്ള A. രാജ, അദ്ദേഹം DMK സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ L. മുരുകൻ, കേന്ദ്രമന്ത്രി, അദ്ദേഹം NDAയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നു. ഒപ്പം തന്നെ ADMKയ്ക്ക് വേണ്ടി ലോകേഷ് തമിഴ്ചെൽവനുമാണ് ഇവിടെ മാറ്റിവെക്കുന്നത്. സ്വാഭാവികമായും വലിയ മത്സരം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രോട്ടോകോൾ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. എന്തായാലും MLA മാർ ഉൾപ്പെടെയുള്ളവരെ കടത്തിവിടാത്തൊരു സ്ഥിതി പൊതുവെ കാണുന്നുണ്ട്. നേരത്തെ DCC പ്രസിഡന്റിനെയും സമാനമായ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ തടയാൻ ശ്രമിച്ച ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. MLA മാർ അടക്കമുള്ളവരെ തടയുന്ന രീതിയിലാണ് തമിഴ്നാട് പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് എന്നുള്ളത് വലിയ വിമർശനം കോൺഗ്രസ് പ്രവർത്തകർക്ക് അകത്തുനിന്ന് തന്നെ രൂപപ്പെടുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അത് കൃത്യമായ രീതിയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. ഈ അനുഭവം ഇവിടെ നിഴലിക്കുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം അദ്ദേഹം നേരെ പോകുന്നത് ഈ ഇവിടുത്തെ തേയിലത്തൊഴിലാളികളുമായുള്ള ഇന്ററാക്ഷന് ശേഷം അദ്ദേഹം നേരെ പോകുന്നത് ഈ ബത്തേരിയിലേക്കാണ്. ബത്തേരിയിലാണ് ആദ്യത്തെ റോഡ് ഷോ നടക്കുന്നത്. ആ റോഡ് ഷോ നടന്ന് തുടർന്ന് പുൽപ്പള്ളിയിൽ പൊതുപരിപാടിയുണ്ട്. അതിനുശേഷം നേരെ വിവിധ പരിപാടികൾ പടിഞ്ഞാറത്തറയിലും വെള്ളമുണ്ടയിലും എല്ലാം തന്നെ റോഡ് ഷോകൾ നടക്കുന്നുണ്ട്, പൊതുയോഗങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണമാണ്. അതിനുശേഷം ഇന്ന് വൈകിട്ട് നേരെ പോകുന്നത് പിന്നീട് കോഴിക്കോടാണ്. കോഴിക്കോടും പൊതുപരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ആ പൊതുപരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ബിഷപ്പ് മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നടത്തുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അത്തരത്തിൽ വിവിധ പരിപാടികൾ അദ്ദേഹം സംബന്ധിക്കുന്നുണ്ട്. ഇന്ന് പുൽപ്പള്ളിയിലെ പരിപാടി നടക്കുന്നത് 11:15-നാണ്. 12 മണിക്ക് ജനസമ്പർക്ക പരിപാടി ഈ ഗാന്ധി പാർക്കിന് സമീപം, അതായത് മാനന്തവാടി ഗാന്ധി പാർക്കിന് സമീപമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് അദ്ദേഹം ബിഷപ്പിനെ കാണുക. ഉച്ചയ്ക്ക് ശേഷം, അതായത് 1 മണിയോടുകൂടിയാണ് ബിഷപ്പിനെ കാണുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്.